പ്രതിയാൽ ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെഷനിലെ ഈ ശനിയാഴ്ച വൈകി വേളയിൽ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കുന്ന എല്ലാ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഇന്ന് സന്ധ്യയെങ്കിലും കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ സ്തോത്രം ഹല്ലേലൂയ വൈകി വേളയിലും പകൽക്കാലവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ആ ദൈവ സാന്നിധ്യം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ കൂട്ടായ്മയെ കർത്താവ് ആശീർവദിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസൻ ഞങ്ങൾ അടുത്ത് വരുന്നു. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 4ാമത്തെ സെഷന് ഓൺലൈൻ മീറ്റിംഗായി കൂടി വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നില്ല. കൂട്ടിവരുന്ന ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞിടത്തോളം അങ്ങ് സഹായിച്ച് ദൈവം വീണ്ടും സഹായിക്കണം. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ശാരീരിക ക്ലേശങ്ങളൂടെ കടന്നുപോയ ദിവസങ്ങളാണല്ലോ. എന്നാൽ ആ ദിവസങ്ങളെല്ലാം ഞങ്ങളെ കാത്തു. ഞങ്ങളുടെ രോഗശൈലി ഞങ്ങൾക്ക് നല്ല വൈദ്യനായ ആശ്വാസകനായ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. രാത്രികാലം കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രികാലത്തെ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹമാക്കണം, ആശീർവദിക്കണം. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ട് മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. സ്തോത്രം. ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാർ. പ്രാരംഭത്തിൽ 2 പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ഭവനങ്ങളിലായിരിക്കുന്നുവെങ്കിലും എല്ലാവരും ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പങ്കുകൊള്ളുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് അനന്തരം പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും നമുക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കും. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ
എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാൾ കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാൾ ഉപേക്ഷിക്കില്ല, ഒരു നാൾ മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാൾ മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. ആശ്രയിപ്പാൻ എനിക്കെന്നും, ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. പാടുക. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും ചേർന്ന് പാടുക. ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും, എന്നും പുലർത്തും എന്റെ ആവശ്യം എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും യേശുവിന്റെ നാമത്തിൽ. സിംഹായ ചേർന്ന് മാറിയും ദുഃഖനാ
അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഇന്ന് വൈകിവേളയിൽ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഈ മാസം നമ്മുടെ ഉപവാസ പ്രാർത്ഥന, ഒക്ടോബർ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഇപ്രകാരം സൂമിൽ ക്രമീകരിക്കാനിടയായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുള്ളതാണല്ലോ. സ്തോത്രം. ശരീരക്ലേശിലൂടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ദൈവം വിടുതലും സൗഖ്യവും ആരോഗ്യവും നൽകട്ടെ. സ്തോത്രം. അതിനായി ദൈവത്തെ സ്തുതോളം കർത്താവ് നൽകിയ ആശ്വാസത്തിനായി, വിടുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും പ്രാർത്ഥന അന്യോന്യം വഹിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനത്തിനായി നാം സ്തോത്രം കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, തിരുനിവാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിപ്പാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തിൻ്റെ അനുഗ്രഹം, പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് സ്തോത്രം ദൈവം നൽകി തരുന്ന അനുഗ്രഹമാണെന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. We all believe that the blessings that we have in our life is from God. Praise God. Hallelujah. So let us thank God for all the blessings that we have received from God. Hallelujah. സ്തോത്രം. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹത്തിലെ ഏറ്റവും ഉന്നതിയായ ഉന്നമനത്തിലുള്ള ഏറ്റവും ഉത്തുംഗമായ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ്. സ്തോത്രം. സോ അതിനെ ഒരു അനുഗ്രഹമായി മാത്രം, ബ്ലെസ്സിങ് എന്നുള്ള വാക്കിനേക്കാൾ ഉപരിയായി, സ്തോത്രം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം നമുക്ക് പല തലത്തിൽ അതൊരു വിടുതലായി മാറുന്നുണ്ട്. സ്തോത്രം. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലം. സ്തോത്രം എന്നാ പറയുന്നത്. എന്നാൽ ദൈവം താൻ പ്രതിഫലമായി അബ്രഹാമിനോട് വെളിപ്പെടുന്നു. ഇസ്രായേൽ ജനത്തിന് കർത്താവ് കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഹല്ലേലൂയ, the choicest blessing that God has given to the people of Israel, that is God's presence itself. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിപ്പാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ഹല്ലേലൂയ പ്രത്യേകമായ അവർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയതാണ് സമാഗമന കൂടാരം, കർത്താവിൻ്റെ നിയമപ്പെട്ടം, the ark of God. The ark of God shows that the presence of the Lord is among his people. But when they were just giving that ark the importance, ആ ഒരു പെട്ടകത്തിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകി അവരുടെ ജീവിതം ദൈവവഴിയിൽ നിന്ന് ദൂരെ പോയപ്പോൾ ദൈവം തെളിയിച്ചു, ഈ നിയമപ്പെട്ടകം എന്ന വസ്തു അവരുടെ മധ്യേ ഇരുന്നിട്ട് കാര്യമില്ല. സ്തോത്രം. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കണമെങ്കിൽ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം അതിനെപ്പറ്റി ചിന്തിപ്പാനിടയായി. നാം വായിച്ച വേദഭാഗത്തിലേക്ക് പോയിട്ട് സ്തോത്രം ദൈവ സാന്നിധ്യം, തിരുനിവാസത്തെക്കുറിച്ച് അല്പമായ കാര്യങ്ങൾ സംസാരിപ്പാൻ വീണ്ടും താല്പര്യപ്പെടുന്നു. അങ്ങനെ നാം പ്രാർത്ഥിപ്പാൻ, അതിൻ്റെ ശുശ്രൂഷ ശേഷം പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ് നാം കുറിവാക്യമായി വായിച്ചത്. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഹൗ ലവ്ലി ആർ യുവർ ടെന്റ്സ് ഓ ജേക്കബ്, യുവർ എൻകാംപ്മെന്റ്സ് ഓ ഇസ്രായേൽ. പ്രൈസ് ഗോഡ്. ഈ വാക്യം പറയാനുള്ള സാഹചര്യം ബിലെയാമിൻ്റെ വാക്കുകളാണ്. സ്തോത്രം. ബാലാക്ക് എന്ന രാജാവ് ഇസ്രായേൽ ജനത്തെ ശപിപ്പാൻ മോവാബ് സമഭൂമിയിൽ അവർ വന്ന് കൂടാരമടിച്ച് പാർക്കുമ്പോൾ ആ ജനത്തെ നോക്കി ഭയന്നിട്ട് ഇവരെ നശിപ്പിച്ച് കളയുവാൻ യഹോവയുടെ തന്നെ പ്രവാചകനായ ബിലെയാമിനെ കൂലിക്കെടുത്ത്, സ്തോത്രം, ജനത്തെ ശപിക്കുവാൻ, ആ ശാപവാക്കുകൾ അവരുടെ മേൽ ഉച്ചരിപ്പാൻ ഈ രാജാവായ ബാലാക്ക് ശ്രമിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ജനത്തെ നോക്കിയിട്ട്, സ്തോത്രം, ശാപത്തിന് പകരം, കൂലി വാങ്ങിച്ചത് ശാപിക്കാനാണ്, പക്ഷെ ശാപത്തിന് പകരം അനുഗ്രഹം ആ ജനത്തിൻ്റെ മേൽ പ്രൊണൗൺസ് ചെയ്യുന്ന, വർഷിപ്പിക്കുന്ന, പ്രഖ്യാപിക്കുന്ന വാക്കുകളാണ് നാം ഇത് ആ സംഖ്യാപുസ്തകം 23-24 അധ്യായങ്ങൾ മുഴുവൻ ഈ ബിലെയാം അശ്രാന്തം ശ്രമിക്കുകയാണ്. ഹി ഈസ് ട്രൈങ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു പ്രൊനൗൺസ് കേഴ്സ് അപ്പോൺ ദിസ് പീപ്പിൾ. ഹി ഈസ് ട്രൈങ്, ഹി ഈസ് വെൽ വേഴ്സ് ടു ഡു ദാറ്റ്, ഹി ഈസ് ട്രെയിൻ ടു ഡു ദാറ്റ്, ഹി ഹാസ് ഡൺ ഇറ്റ് ബിഫോർ ഓൾസോ. ഇതിന് മുൻപ് അവനത് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. രാജാക്കന്മാർക്ക് വേണ്ടി എല്ലാം കൂലി വാങ്ങിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഈ ബിലെയാം. തനിക്കൊരു കൃപ ദൈവം നൽകിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകവും ആലോചനയും ഒക്കെ വെളിപ്പെടുത്തുന്ന മനുഷ്യൻ. പക്ഷേ അതിനെ ദൈവഹിതമില്ലാത്ത രീതിയിലേക്ക് അതിനെ ഉപയോഗിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവം അതിന് മേൽ കരം വെക്കത്തില്ല. സ്തോത്രം. ദൈവം കഴുതയെ കൊണ്ട് പോലും സംസാരിപ്പിച്ചല്ലേ. ദറ്റ് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് യുണീക്ക് ഇൻസ്റ്റൻസ് ദറ്റ് വി റീഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. ഈവൻ ദ ഡോങ്കി ബിഗാൻ ടു ടോക്ക് ടു ദ പ്രോഫറ്റ് എന്ന് പറയുന്നത് ദൈവം ബിലെയാമിന് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് കൊടുത്ത ഒരു മെസ്സേജ് കൂടെ. അത് നീ വലിയ ആളാണെന്ന് വിചാരിക്കണ്ട,
എൻ്റെ ആലോചന നീ പറയുന്നത് കൊണ്ട് നീ വലിയ മിടുക്കനായിപ്പോയെന്ന് വിചാരിക്കേണ്ട. സ്തോത്രം. ദൈവജനം പറയാൻ അറിയാവുന്നതുകൊണ്ട് മറ്റാർക്കും ഇല്ലാത്ത ഗുണമെന്ന് വിചാരിക്കും. ഇവൻ കഴുതയെ കൊണ്ട് പോലും ഞാൻ സംസാരിപ്പിക്കും എന്നാണ് ദൈവം ബിലെയാമിന് കൊടുത്ത, സ്തോത്രം, വ്യംഗ്യാർത്ഥമായി കൊടുത്ത ഒരു മറുപടിയുടെ അത് അല്ലേ. തനിക്ക് ഈ വാക്ക് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് പറയാനുള്ളൊരു കൃപ ദൈവം കൊടുത്തതുകൊണ്ട്, ആ വരം ദൈവം നൽകിയതുകൊണ്ട്, സ്തോത്രം, ആ വരം വെച്ചാണ് താൻ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. സ്തോത്രം അല്ലേ. ദൈവം പറയുകയാണ്, നീ സംസാരിക്കുമെങ്കിൽ, നീ ദൈവത്തിൻ്റെ ദാസനാണെന്നും പ്രവാചകനാണെന്നും ഒക്കെ നീ അഭിമാനിക്കുന്നുവെങ്കിൽ, അത് നീ ദുരുപയോഗം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത് ദൈവഹിതപ്രകാരം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നാം ഉപയോഗിക്കുമ്പോഴാണ്, അല്ലാതെ നാം മിടുക്കരാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, ജസ്റ്റ് ദ ബ്ലെസ്സിങ്സ് വിൽ നോട്ട് മേക്ക് us എനി സ്പെഷ്യൽ. പ്രൈസ് ഗോഡ്. അനുഗ്രഹങ്ങൾ മാത്രം നമ്മെ പ്രത്യേകത ഉള്ളവരാക്കത്തില്ല. അങ്ങനെ വിചാരിക്കരുത്. ദൈവം ഒരു അനുഗ്രഹം നൽകിയതുകൊണ്ട്, ഇസ്രായേൽ അങ്ങനെ വിചാരിച്ചു, ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട്, യഹോവയുടെ നാമം ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകത ഉള്ളവരാണെന്ന് വിചാരിച്ച് അവർ ദൈവത്തെ മറക്കാനിടയായപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളെൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ശിക്ഷ എപ്പോഴും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കോൺസിക്വൻസ് എപ്പോഴുമുണ്ട്. ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ പ്രവർത്തിച്ചാൽ അതിന് തീർച്ചയായും കോൺസിക്വൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബിലെയാമിൻ്റെ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ബിലെയാം വായി തുറന്നു ഇവരെ ശപിപ്പാൻ. എന്നാൽ അവരുടെ കൂടാരത്തെ നോക്കിയപ്പോൾ, ജനത്തെ നോക്കിയപ്പോൾ, അവരുടെ നിവാസങ്ങളെ നോക്കിയപ്പോൾ, നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, 84-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കൊരപുത്രന്മാർ പാടുന്നത് പോലെ, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ. സ്തോത്രം. ഈ അടിമകളായ ഈ മനുഷ്യർ, സ്തോത്രം, അടിമകളായി ഓടിപ്പോകുന്നവർ, അവർ വലിയ ഗ്ലാമർ എന്നുള്ളൊരു കൂട്ടമല്ല. സ്തോത്രം. ദേ വർ സ്ലേവ്സ് ഓൾ ത്രൂ ഔട്ട് ഈജിപ്റ്റ്. ദ ഓൺലി ഗ്ലാമർ ദേ ഹാഡ് ഈസ്, അവർക്ക് ലഭിച്ച ഒരു ഗ്ലാമർ എന്ന് പറയുന്നത് പോരാൻ നേരം കുറേ സ്വർണ്ണമൊക്കെ ഇവർക്ക് കിട്ടി. അതാണ് ഇവർക്ക്. പക്ഷേ അതും എന്തായി, താഴെ ശീനായ മരുഭൂമി വന്നപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി കാളക്കുട്ടി ഉണ്ടാക്കി അതങ്ങ് തീർന്നു, അടിച്ചു പൊളിച്ചു നമുക്ക് പറയാം. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നടത്തി അതങ്ങ് തീർന്നു. സ്തോത്രം. പിന്നെ തിളങ്ങുന്ന യാതൊന്നും ഇവരുടെ കയ്യിലില്ല. സ്തോത്രം. വളരെ മനോഹാരിത, അല്ലെങ്കിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായി കാണാവുന്നൊന്നും അക്ഷരീയമായിട്ട് അവരുടെ മുമ്പിലില്ല. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. സൂമിലാണെങ്കിലും സ്തോത്രം, നമ്മളാരും മറ്റ് കാര്യങ്ങളിൽ ഇടപെടരുത്. സ്തോത്രം. ദൈവസന്നിധിയിൽ നാം ഇന്ന് വചനത്തിന് മുമ്പ് ആയിരിക്കുമ്പോൾ വചനം ശ്രദ്ധിക്കുക. സ്തോത്രം. എന്താണ് ഇവർക്ക് കണ്ണിന് ശോഭയാർന്ന മലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡെൻവർ എയർപോർട്ടിലേക്ക് വരുമ്പോൾ ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, അല്ലേ, എയർപോർട്ട് എന്ത് മനോഹരമാണ്, വളരെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമൊക്കെ തോന്നാറുണ്ട് ഈ പട്ടണത്തിൽ പാർക്കുന്നത് കൊണ്ട്. എന്നാൽ ഈ ആകാശ കാഴ്ച പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഈ മോവാബ് സമഭൂമിയിൽ തമ്പടിച്ചിരിക്കുന്ന അസംഖ്യം ജനം, 2-3 ടെൻ്റ് അല്ല, ഓൾമോസ്റ്റ് 25 lakhs പീപ്പിൾ. 25 lakh എന്ന് പറയുമ്പോൾ എത്രയാണ്? 2.5 million അല്ലേ. സ്തോത്രം. 2.5 million ആളുകളാണ് തമ്പടിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10 ലക്ഷം ഫാമിലി ഉണ്ട്. 1 million families ഉണ്ട്. ഇപ്പം നമ്മുടെ എയർപോർട്ടിനെക്കാട്ടിലൊക്കെ ഭയങ്കര വലുപ്പത്തിലായിരിക്കും ടെൻ്റ് അടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഈ പർവ്വതത്തിൽ നിന്നോട് നോക്കുക താഴോട്ട്. ലക്ഷ്യം എന്താണെന്നറിയാമോ? ഇവരെല്ലാം ചെതറിപ്പോണം. ഇവർ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ ആ കൂടാരത്തിൻ്റെ മനോഹരതയല്ല കണ്ടത്, അക്ഷരീയമായി. ഇവൻ പ്രവാചകനാണെന്ന് ഓർത്തണം. പ്രവാചകന്റെ വാക്കുകൾ കാഴ്ചപ്പാടോടെ ഉള്ളതാണ്. സ്തോത്രം. പ്രവാചകന് വെറുതെ സംസാരിക്കാൻ കഴിയത്തില്ല. പ്രവാചകൻ, സ്തോത്രം, സംസാരിക്കുമ്പോഴും തൻ്റെ ആലോചനയിൽ ദൈവശബ്ദത്തിൻ്റെ ആ വലിയ ഒരു സാന്നിധ്യമുണ്ട്. സ്തോത്രം. അപ്പോൾ അദ്ദേഹം മാനുഷികമായി പറയാൻ ആഗ്രഹിച്ചു ശാപവാക്കുകൾ. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ കൊണ്ട് പറയിപ്പിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ, സർവാധികാരിയായ ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, നമ്മുടെ നിലവുകളെ പോലും ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നത് നാം കാണുന്നു. ആ ദൈവം ബിലെയാമിലൂടെ ഇടപെട്ടത് എങ്ങനെയെന്നറിയാമോ? സ്തോത്രം. ഇതാ യാക്കോബിൻ്റെ നിവാസങ്ങൾ എത്ര മനോഹരമാണ്. സ്തോത്രം. അവർ ടെൻ്റ് അടിച്ച കുറ്റിയടിച്ചതിൻ്റെ ബ്യൂട്ടി അല്ല ഇവിടെ പറയുന്നത്. കോരഹപുത്രന്മാർ സങ്കീർത്തനത്തിൽ പാടിയ
തിരുനിവാസത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തൊരു കാര്യമുണ്ട് മോശ മുതൽ. എന്താണെന്നറിയാമോ? നിനക്ക് മുൻപായി എൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും തൻ്റെ ജനത്തെ പരിപാലിക്കുന്ന യഹോവയുടെ പരിപാലനത്തിൻ്റെ ഒരു മനോഹാരിത. ഹല്ലേലൂയ the beauty of the presence of God that stands as a blessing and as a protection upon his own people. ഹല്ലേലൂയ തൻ്റെ ജനത്തിനു മേൽ ഹല്ലേലൂയ നമ്മുടെ കൂടാരങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിരിക്കപ്പെട്ട ചിറകിൽ ഹല്ലേലൂയ ആ മറവിലായിരിക്കാൻ, അത്യുന്നതന്റെ മറവിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യ പദവി ഓർത്ത് രാത്രികാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, ഭാരങ്ങൾ, രോഗങ്ങൾ, ബലഹീനതകൾ ഉണ്ടെങ്കിലും അതിന്റെ മീതെ നമ്മെ കരുതുന്ന, അതിന്മേൽ നിയന്ത്രണമുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. ഇന്ന് രാത്രികാലം നമുക്ക് ആശ്രയിപ്പാൻ മറ്റൊരു നാമമില്ല, യേശുവിന്റെ നാമമാകയാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നിന്റെ കൂടാരങ്ങളിൽ ആ സ്തുതി സ്തോത്ര യാഗങ്ങൾ ഉയരട്ടെ. ബലഹീനമാക്കുവാൻ ശ്രമിച്ച ഹല്ലേലൂയ നമ്മെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹത്തോടെ അടുക്കുന്ന ഏതൊരു പോരിന്റെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം നൽകുന്ന മനോഹരത്വം നമ്മെ പരിപാലിപ്പാൻ പ്രാപ്തമായതാ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. Many times things get out of control. Hallelujah. Many times things are not very beautiful. Hallelujah. Things are not in the order. We know that. Hallelujah. അത് നമ്മുടെ അനുഭവങ്ങളാ പലപ്പോഴും. പക്ഷേ അതിനെല്ലാം ഓർഡറാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു സാന്നിധ്യം നിന്റെ മേൽ ഉള്ളത് ഓർത്ത് ഇന്ന് രാത്രിക്കാലം ദൈവത്തെ സ്തുതിക്കുക. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഹല്ലേലൂയ നിന്റെ സാമ്പത്തിക നിലവാരത്തിൽ, നിന്റെ ആത്മീക ജീവിതത്തിൽ ആ മനോഹാരിത കൊണ്ടുവരുവാൻ കഴിയുന്നത് ആ ദൈവ സാന്നിധ്യമാ. ബലയാം സ്തോത്രം നോക്കുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ മേഘം. ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന മേഘം. പ്രൈസ് ദി ലോർഡ്. അവരുടെ മേൽ, കൂടാരത്തിന്റെ മേൽ നിൽക്കുകയാ. മേഘം നിൽക്കുന്നിടത്ത് അവർ കൂടാരം അടിക്കും. മേഘം പൊങ്ങുമ്പോൾ അവർ കൂടാരത്തിന്റെ കുറ്റികൾ അവിടെ ഒന്ന് പറിച്ച് അവർ യാത്ര തുടരും. ഹല്ലേലൂയ. മേഘം പൊങ്ങിക്കാണുന്ന എന്നുള്ള പാട്ട് നാം പാടാറുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നിത്യ കൂടാരത്തിലെത്തുവാൻ സമയമാകുന്ന കാലങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ പല സാഹചര്യങ്ങളിലൂടെ കടത്തിവിടും. എന്നാൽ അവിടെയെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്തെന്നുണ്ട്, എൻ്റെ സാന്നിധ്യം നിനക്ക് മുൻപായി കടന്നു പോകും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോഴും, ഇസ്രായേൽ ജനം ഹല്ലേലൂയ മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോഴും, ദൈവത്തെ മറന്ന് അവർ സഞ്ചരിച്ചപ്പോഴും, ഹല്ലേലൂയ മോശയ്ക്കെതിരെ അവർ കൂട്ടുകൊണ്ടുണ്ടാക്കിയപ്പോഴും, അപ്പോഴെല്ലാം ഈ മേഘം ദൈവം മാറ്റിയില്ല, അഗ്നിസ്തംഭം ദൈവം മാറ്റിയില്ല. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ നീതി, അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇങ്ങനെ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം, തിരുനിവാസം അനുഭവിച്ചറിയുന്ന ദൈവജനത്തിന്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു. അത് തൊട്ടുപോയിട്ട് ഇന്ന് രാത്രി കാലത്തെ സന്ദേശം ഹല്ലേലൂയ പറയുവാൻ ആഗ്രഹിക്കുക. അവിടെ പറയുന്നു ഹല്ലേലൂയ 23-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ പറയുക, സ്തോത്രം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതിന്റെ ഒരു പ്രധാന തെളിവെന്ന് പറയുന്നത് നാം തനിച്ചു പാർക്കുന്ന സെപ്പറേഷൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വി ആർ നോട്ട് കൗണ്ടഡ് എമംഗ് അതർ നേഷൻസ്. പ്രൈസ് ഗോഡ്. മറ്റ് ജാതികളുടെ ഇടയിൽ പാർക്കുന്നെങ്കിലും മറ്റ് ജാതികൾ ചുറ്റുമുള്ളപ്പോഴും അവരോട് ഇടകലരാതെ അവരിൽ നിന്ന് വ്യത്യസ്തരായി ദൈവസാന്നിധ്യമുള്ളൊരു ജനമായി സജനത്തെ കാണുക. വിശുദ്ധിക്കും വേർപാടിനും ഹല്ലേലൂയ സ്തോത്രം സ്ഥാനം നൽകുന്ന ഒരു കൂട്ടരെ നോക്കിയാണ് ദൈവം പറയുന്നത്, ഇതാ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. വെളിപ്പാട് പുസ്തകം നാം കാണുന്നുണ്ട്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഹല്ലേലൂയ. Lord God has tabernacled among his people. That is a word that is used over there. ടാബർനാക്കിൾ എന്ന് പറയുന്നത് അതൊരു വസ്തുവാണ്. സ്തോത്രം. യഹോവയുടെ നിയമപ്പെട്ടകം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ വാക്ക്, ആ നൗൺ, ആ വാക്കിനെ സ്തോത്രം ഇറ്റ് ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു വെർബ്, ക്രിയാപദമാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് ടാബർനാക്കിൾഡ് എമംഗ് ഗോഡ് എന്ന് പറഞ്ഞാൽ തിരുനിവാസത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെ വസിക്കുന്നു അതേ അളവിൽ ഹല്ലേലൂയ പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. അതിപരിശുദ്ധ സ്ഥലത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അതിൻ്റെ അതേ അളവിലാണ് തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന ആ ഒറ്റ വാക്കിലൂടെ ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം വിശേഷമുള്ളവരല്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം നിന്റെ മേലെ വെളിപ്പെടുമ്പോൾ, ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചറിയുമ്പോൾ, ദൈവ സാന്നിധ്യം നിനക്കൊരു സംരക്ഷണമായി നിൽക്കുമ്പോൾ, ദൈവ സാന്നിധ്യം ഒരു വാഗ്ദത്തമായി നിൽക്കുമ്പോൾ, ദൈവ സാന്നിധ്യം ഒരു പ്രതിഫലമായി നിൽക്കുമ്പോൾ, ദൈവ സാന്നിധ്യം നിന്റെ കൂടാരത്തെ പരിപാലിക്കുന്ന അത്യുന്നതന്റെ മറവായി നിൽക്കുമ്പോൾ,
കേൾക്കുമ്പോൾ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. കർത്താവേ ഹല്ലേലൂയ, അത് ഹല്ലേലൂയ സ്തോത്രം. അത് അദൃശ്യമായൊരു സാന്നിധ്യം എന്ന് മാത്രമല്ല, അത് ത്രിയേക ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, the presence of God, hallelujah, tabernacling in all our situations. hallelujah, praise God. അതിന് പ്രധാനമായും വേണ്ടത് ദൈവസാന്നിധ്യം നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടുവാൻ പ്രധാനമായും വേണ്ടത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ തനിച്ചു പാർക്കുന്നത് പറയുമ്പോൾ താഴ്വരയിൽ മോവാബ് സമഭൂമിയിൽ തമ്പടിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം നോക്കുമ്പോൾ ഹല്ലേലൂയ, ബിലെയാം നോക്കുമ്പോൾ കാണുന്നെന്താ? അവർക്ക് മേലൊരു പ്രത്യേക സംരക്ഷണം, അവർക്ക് മേലൊരു പ്രത്യേക സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ സാന്നിധ്യം അവരുടെ കൂടാരങ്ങളിൽ അനുഭവിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, എനിക്ക് ആശ്രയിപ്പാൻ ഒരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് തിരക്കി പോകേണ്ട ആവശ്യമില്ല. ഞാൻ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ ഭവനമായി. കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ, ഇത് ദൈവ സാന്നിധ്യമുള്ളിടം, ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല. ഞാനോ അത് അറിഞ്ഞില്ല എന്ന് യാക്കോബ് പറയുന്നത് പോലെ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവ സാന്നിധ്യമുള്ള ഇടമായി നമ്മുടെ പ്രാർത്ഥനാ മുറികൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ആലയങ്ങൾ മാറുവാൻ, നമ്മുടെ ശരീരമാകുന്ന ആലയം ദൈവ സാന്നിധ്യമുള്ള ഇടമായി മാറുവാൻ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. മുന്നോട്ട് പോകട്ടെ. അടുത്തതായി നാം കാണുന്നുണ്ട് സ്തോത്രം ഹല്ലേലൂയ 23-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിക്കുമ്പോൾ അവിടെ നാം വ്യക്തമായി കാണുന്നുണ്ട് സ്തോത്രം ദൈവത്തെക്കുറിച്ച്, ദൈവം പറഞ്ഞ ദൈവനീതിയെക്കുറിച്ച് പറയുക. സ്തോത്രം. ബിലെയാം പറഞ്ഞ അനുഗ്രഹ വാക്കുകളൊന്നും പുതുതായി പറഞ്ഞ അനുഗ്രഹ വാക്കുകളല്ല. ദൈവം തന്റെ ജനത്തെ എത്രത്തോളം അനുഗ്രഹിച്ചോ അബ്രഹാം മുതലുള്ള അനുഗ്രഹങ്ങൾ കിടക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് മീതെ ഒരു ശാപം ഫലിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അതാണ് അതിന്റെ പ്രത്യേകത. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞ് ഞാൻ പറയും. അത് 19-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാനും മനുഷ്യപുത്രല്ല. താൻ കൽപ്പിച്ച് ചെയ്യാതിരിക്കുമോ? താൻ ആരല്ലേ ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല. സ്തോത്രം. ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, ആഭിചാരം യാക്കോവിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം അവരെ കൊണ്ടുവന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കൊത്തിരി ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണ്ടാകും. കർത്താവ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇങ്ങനെ? എന്തുകൊണ്ട് അങ്ങനെ? ഇതൊക്കെ നമുക്കുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മുകളിൽ നിൽക്കുന്ന ഒന്നാണ് ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. അത് തീർന്നു പോയിട്ടില്ല, അത് പലതും നിവർത്തിക്കപ്പെടുവാനുണ്ട്. ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവസന്നിധിയോട് നാം അടുത്ത് വന്നിരിക്കുമ്പോൾ, ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാനുള്ളതിനെ ഒന്നുകൂടി ഉരുവിട്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികപ്പാൻ ശക്തനാണ്. The one who has started the good work in you, hallelujah, he is able to fulfill that till the day of our Lord. hallelujah. ഇന്ന് രാത്രികാലം ഭയത്തിനെതിരെ, ഭയത്തിന്റെ വ്യാപാരങ്ങൾക്കെതിരെ, ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കെതിരെ, ശാരീരിക മണ്ഡലങ്ങളെ നോക്കി, ആത്മമണ്ഡലത്തെ നോക്കി, മാനസിക നിലവാരങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം ഒരു ശബ്ദം നീ ഉയർത്തണം. അത് വിശ്വാസത്തിൻ്റെതാകണം. ഹല്ലേലൂയ. അത് ദൈവ മഹത്വത്തിൻ്റെതാകണം, ദൈവ സാന്നിധ്യത്തെ വിളിച്ചു വരുന്നതാകണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നമുക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുകയാണ്, ദൈവം വ്യാജം പറയത്തില്ല. സ്തോത്രം. വാക്ക് മാറ്റി പറയുന്നവനല്ല. കാരണം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ പേരും ഇസ്ഹാക്കിൻ്റെ പേരും യാക്കോബിൻ്റെ പേരും പറയുമ്പോൾ 3 പേരുകൾ പറഞ്ഞു എന്നുള്ളതല്ല. സ്തോത്രം. അപ്പന്മാരുടെ പാരമ്പര്യം പറഞ്ഞു എന്നുള്ളതല്ല. ഈ അപ്പന്മാരോടല്ല, ഈ പിതാക്കന്മാരോട് സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ഡീല് ചെയ്ത, സംസാരിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളെ ഉരുവിട്ടുകൊണ്ട്, ആ വചനങ്ങളെല്ലാം ഒരു സെന്റൻസിൽ പറയുന്നത് പോലെ, ആ വാഗ്ദത്തങ്ങളെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ക്ലെയിം ചെയ്യുന്നത് പോലെയാ, അവകാശമായി പറയുന്നത് പോലെയാ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പേര് ഉച്ചരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ, അവരോട് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്.
അത് നിവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അനീതിയുള്ളവനല്ലവൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിയുള്ളവനാ. നീതിയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാ. ഇന്ന് രാത്രികാലം കർത്താവേ, ഹല്ലേലൂയ, ഇതെങ്ങനെ, എന്തുകൊണ്ട് എന്ന് ചോദ്യം ദൈവസന്നിധിയിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു കാര്യം ഉറപ്പാ, തിരുനിവാസം നിന്നെ അനുഗ്രഹിക്കുന്നതാ, തിരുനിവാസം നിന്നെ മറയ്ക്കുന്നതാ, തിരുനിവാസം നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ നടകൊള്ളുവാൻ ശക്തിയുള്ളതാ. ഇന്ന് രാത്രികാലം ആ ദൈവ സാന്നിധ്യം അത് അനുഭവിക്കേണ്ട അളവിലേക്ക് ഒന്ന് അനുഭവിച്ചറിയുവാൻ നിന്റെ കുടുംബജീവിതത്തിൽ, തലമുറയിൽ, നിന്റെ പ്രവൃത്തി മേഖലകളിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ദിവസങ്ങളൊന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്റെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കും. ഹല്ലേലൂയ. എത്രമാത്രം പ്രതികൂലങ്ങൾ, എത്രമാത്രം രേഖകൾ അതിന് മേൽ വന്നാലും, എത്രമാത്രം നിയമങ്ങൾ അതിന് മേൽ വന്നാലും, ദാനിയേൽ പറയുക, രേഖ എഴുതിയിരിക്കുന്ന അറിഞ്ഞപ്പോൾ യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്നു. തിരുനിവാസം അവിടെയാ. ആ ടെമ്പിൾ എന്ന് അവിടെ ഇല്ല, ആലയം അവിടെ ഇല്ല, അത് ചുട്ടരിച്ചു, അത് നശിപ്പിച്ചു. എന്നാലും യെരൂശലേം എന്ന പേര് ആ പട്ടണത്തിന് നേരെ കിളിവാതിൽ തുറക്കുമ്പോൾ ദാനിയേലിന് കാണാം ദൈവ സാന്നിധ്യം അവന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വരുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ അനുഭവിച്ചറിഞ്ഞൊരു ദൈവ സാന്നിധ്യമുണ്ട്. അത് നമ്മുടെ മിടുക്കുകൊണ്ട് വന്നതല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മിൽ നിവൃത്തിയാകുന്നത്. അതുകൊണ്ട് രാത്രികാലം ആ ദൈവ സാന്നിധ്യം നമ്മിൽ വെളിപ്പെടട്ടെ, നിറഞ്ഞു നിൽക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവ സാന്നിധ്യം അതവരെ അനുഗ്രഹിക്കുന്നത്, പറയുന്നത് അവരുടെ തിന്മയില്ലാതാക്കുന്ന, പ്രൈസ് ദി ലോർഡ്, കുറ്റത്തെ എടുത്തു കളയുന്ന, ഹല്ലേലൂയ, കഷ്ടതയെ എടുത്തു മാറ്റുവാൻ പ്രാപ്തമായൊരു സാന്നിധ്യം. ഹല്ലേലൂയ. അത് മാത്രമല്ല പറയുക, ദൈവമായ യഹോവേ അവനോടുകൂടെ ഇരിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് പറയുക, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള, സ്തോത്രം, ഈ ബലഹീനമായ, ഹല്ലേലൂയ, വലിയ കഴിവൊന്നുമില്ലാത്തൊരു ജനത നോക്കിയിട്ട് പ്രവാചകൻ പറയുക. കാരണം എന്താണ്? താൻ അക്ഷരികമായതല്ല ദർശിക്കുന്നത്. ഹീസ് seeing, he is visualizing the spiritual power behind these people of God. ആത്മീകമായവരെ നോക്കുന്നത്. ഹല്ലേലൂയ. പുറമേ നോക്കിയാൽ ബാലാക്കിനൊരു ഒരു എസ്റ്റിമേറ്റ് ഉണ്ട് ജനത്തെക്കുറിച്ച്. സ്തോത്രം. ഹി ഹാസ് മെയ്ഡ് an assessment about these people who are living in the valley. ബിലയാമിന്റെ ഒറ്റ ശാപവാക്കുകൊണ്ട് ഇവരങ്ങ് നശിച്ചു പോകും. ഇതായിരുന്നു ബാലാക്കിന്റെ ചിന്ത. ഹല്ലേലൂയ. അല്ലേ? ബാലാക്കിന്റെ ചിന്ത എന്താ? ഒരു കോലാഹലം ഉണ്ടാക്കി, ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ, ഇവരുടെ ഇടയിൽ എന്തെങ്കിലും, ഈ പ്രവാചകനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയാൽ ഇത് അങ്ങ് ചെതറുമെന്നാണ് വിചാരിച്ചേ. സ്തോത്രം. പക്ഷേ ബിലയാം പറയുകയാ, സ്തോത്രം, നീ വിചാരിക്കുന്ന ഒരു ശക്തിയല്ല ഈ ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. നീ പുറമേ നോക്കുമ്പോൾ കാണുന്ന, ഹല്ലേലൂയ, അടിമകളായ ജനമല്ലിത്. അവരുടെ മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവരുടെ ശക്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരുടെ ശക്തിയെ, ഹല്ലേലൂയ, ഏറ്റവും ബലമേറിയ, ഹല്ലേലൂയ, ആ സമയത്ത് കാണുവാൻ കഴിയുന്ന ഏറ്റവും ബലമേറിയ ലാൻഡ് ആനിമലായ, സ്തോത്രം, കാട്ടുപോത്തിനോട് തുല്യപ്പെടുത്തി സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ കൊണ്ട് നിൽക്കുന്നതല്ല. സ്തോത്രം. ഇവിടെ പറയുക, ദൈവമായ യഹോവയുടെ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ട്. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടാകാം, ഒരുപാട് ഏറ്റക്കുറച്ചിലും ഉണ്ടാവാം. ഹല്ലേലൂയ. മനോഹരമായി തീരേണ്ട പലതിനും അതിൻ്റെതായ അവസ്ഥയിൽ വരുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം നാം ഉറപ്പിച്ചോണം, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടാരത്തിന്റെ അവസ്ഥകളെ മനോഹരമാക്കുവാൻ പ്രാപ്തമായതാ. The presence of God is able to make things into order. Hallelujah. ഇന്ന് രാത്രികാലം ശാരീരിക മണ്ഡലത്തിലാണോ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി മണ്ഡലത്തിലാണോ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടത്? തലമുറയോടുള്ള ബന്ധത്തിലാണോ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടത്? ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടണോ? ദൈവത്തിന്റെ സാന്നിധ്യം ഏത് മേഖലയിൽ വെളിപ്പെടണമോ അതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സെപ്പറേറ്റഡ് ആൻഡ് ഹോളി ഫോർ ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവരുടെ മധ്യേ ആ വിരിക്കപ്പെട്ട ചിറകായി, വിരിക്കപ്പെട്ട ദൈവ സാന്നിധ്യം മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി അവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വാഗ്ദത്തം അത് ഊവ് എന്നാകയാൽ, ഇന്ന് രാത്രികാലം ആ വാഗ്ദത്തത്തിന്റെ ശക്തിയെ, ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് പോകുന്ന ജനത്തിനെതിരെ വരുന്ന വെല്ലുവിളികളെ ദൈവത്തിന്, സ്തോത്രം, തന്റെ സാന്നിധ്യം കൊണ്ട് അകറ്റിക്കളയുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. ഞങ്ങൾ പോയേക്കാം, നീ പിന്നെ വന്നേക്കെന്നുള്ള മനോഭാവം ആയിരുന്നില്ല ദൈവത്തിന്. ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ട്, വലിയ കുഴപ്പമില്ലാതെ പോവുക, പിന്നെ കുറച്ച് കഴിയുമ്പം ദൈവത്തെ കൂടെ പിടിക്കാം, ആ മനോഭാവം ഉണ്ടാകരുത്. സ്തോത്രം. ഹല്ലേലൂയ.
ഒരു ചുവടെ വെച്ചുള്ളെങ്കിലും, ഹല്ലേലൂയ, ഒരു മൈലേ സഞ്ചരിച്ചുള്ളെങ്കിലും അടുത്ത, ഹല്ലേലൂയ, ഈ യാത്ര തുടങ്ങുവാൻ അല്പം താമസിച്ചാലും, ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഇവർ ഇത്രയും നാൾ താമസിച്ചത്. ദൈവസാന്നിധ്യം കൂടെ പോരണം നിർബന്ധമുള്ളൊരു മോശ, ദൈവസാന്നിധ്യത്തെ എപ്പോഴും കൂട്ടിന് വിളിച്ച യോശുവ, ഹല്ലേലൂയ, ഈ ദേവദാസന്മാർ അവരെ വഴി നടത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. അവർ പറഞ്ഞു, യോശുവയും കാലേബിനും മനസ്സിലായി, സാന്നിധ്യം മുൻപായി പോയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. സാന്നിധ്യം മുൻപായി പോയെങ്കിൽ വാഗ്ദത്ത നിവർത്തി സാധ്യമാകുകയില്ല. സാന്നിധ്യം മുൻപായി പോയില്ലെങ്കിൽ പ്രൊവിഷൻ എത്ര ശക്തമായാലും, രാവിലെയും വൈകിട്ടും മഞ്ഞ പൊഴിഞ്ഞാലും, കാടപക്ഷിയെ ഭക്ഷിച്ചാലും, പാറയിൽ നിന്ന് വെള്ളം വന്നാലും, ഹല്ലേലൂയ, മരുഭൂമിയിൽ നിന്ന് ജനത്തെ നടത്തിയ ദൈവം, ഹല്ലേലൂയ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയാലും, മോശ പറഞ്ഞത് 3 നേരത്തേക്കുള്ള ആഹാരം തന്ന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ കൊണ്ടുപോയാൽ മതി എന്നല്ല പറഞ്ഞത്. കർത്താവേ, അത് പോരാ, നിന്റെ സാന്നിധ്യം കൂടെ പോരണം. ഹല്ലേലൂയ, ഞങ്ങൾക്കുള്ളതെല്ലാം ലഭിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല. നിന്റെ സാന്നിധ്യം, തിരുനിവാസം ഞങ്ങളുടെ മധ്യേ വേണം. അത് ആഗ്രഹിച്ച പ്രവാചകനായ മോശയുടെ ആഗ്രഹപ്രകാരമാ ദൈവം നിയമപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഹല്ലേലൂയ, യഹോവയായ ദൈവം കാണിച്ച മാതൃകയ്ക്കൊത്തവണ്ണം, ഹല്ലേലൂയ, ഒഹല്യാവിന്റെ മേലും ബെസലേലിന്റെ മേലും ആ ദൈവകൃപയെ പകർന്ന് സമാഗമന കൂടാരം, യഹോവയുടെ നിയമപ്പെട്ടകം ചിട്ടയായി പണിതുയർത്തുവാൻ അവർക്ക് ദൈവ സഹായം നൽകി. കാരണം ദൈവസാന്നിധ്യം അത്ര കണ്ട് കാംക്ഷിച്ച ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ അവരെ നയിച്ചതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മുടെ ഭവനങ്ങളിൽ നാം ആഗ്രഹിക്കേണ്ടത് ദൈവസാന്നിധ്യമാ. ഹല്ലേലൂയ, നമ്മുടെ ആലയങ്ങളിൽ നാം ആഗ്രഹിക്കേണ്ടത് ദൈവസാന്നിധ്യമാ. നമ്മുടെ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥനയിൽ നാം ആഗ്രഹിക്കേണ്ടത് ആ ദൈവസാന്നിധ്യമാ, ആ തിരുനിവാസമാ. അത് മാത്രമാ നമുക്ക് കൈമുതലായിട്ടുള്ളത്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം എനിക്ക് വിടുതൽ നൽകുന്ന ദൈവ സാന്നിധ്യമാ. അതുകൊണ്ട് അതാണ് എൻ്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ, ഹല്ലേലൂയ, ഒരു ലക്ഷണം, ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം. കർത്താവേ, അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ആത്മീയ ഗോളത്തിൽ വന്നുപോയ ഒരു പരാജയം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മുടെ ഒരു കുറവെന്ന് പറയുന്നത്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ, ദൈവം നൽകിയ നന്മകളെ, ദൈവം തക്കതായ സമയത്ത് തൻ്റെ നീതിയാൽ നമ്മിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുണ്ട്. അതിനെയെല്ലാം നാം ദൈവത്തെക്കാൾ അധികമായി പ്രാധാന്യം നൽകി. ദൈവ സാന്നിധ്യത്തിന് പകരം വെക്കുവാൻ കഴിയുമെന്ന് നാം ചിന്തിച്ചു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറ്റു പലതും പകരം വെക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ചു. സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന തന്നെ വേണം കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥന നമുക്ക് അഭിഷേകം കൊണ്ട് മാറ്റിവെക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ, സ്തോത്രം, നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് മാറ്റുവാൻ കഴിയത്തില്ല. ഇസ്രായേൽ ശ്രമിച്ചു. They would like to replace the God, their Lord, with എന്താണ്? ദ ഗോൾഡൻ കാഫ്. ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് മാറ്റാൻ നോക്കി. സ്തോത്രം. അല്ലേ? ഇതാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാ അങ്ങനെ ആർത്തുകൊണ്ട് അവരതിന് ചുറ്റും ഡാൻസ് ചെയ്ത്. അല്ലേ? സ്തോത്രം. ശൗല് വിചാരിച്ചു, തൻ്റെ മേൽ അഭിഷേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്തോത്രം. ദൈവത്തോട് ആലോചന ചോദിച്ചില്ലേലും പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ലെന്ന് ശൗല് വിചാരിച്ചു. ശമൂവേൽ പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയെ അഭിഷേകം കൊണ്ട് മാറ്റിവെക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ്. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ചേ മതിയാകൂ. നിന്റെ മേൽ ദൈവം അഭിഷേകം പകർന്നിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തോട് ബലയാമിനെ പറ്റിയ പരാജയം അതാ. ബലയാം, ഹല്ലേലൂയ, ബാലാക്ക് കാണിച്ച സമ്മാനങ്ങൾ കണ്ടപ്പോൾ, ഹല്ലേലൂയ, ഗിഫ്റ്റ് കണ്ടപ്പോൾ അവന്റെ കണ്ണ് മഞ്ഞളിച്ചു. അവൻ വിചാരിച്ചു, ഹല്ലേലൂയ, ദൈവത്തോട് പിന്നാലോചന ചോദിക്കാം, പോകുന്ന വഴിക്ക് ചോദിക്കാം, അല്ലെ അവിടെ എത്തിയിട്ട് ചോദിക്കാം, എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചു. എന്നാൽ ദൈവം തടയായി ദൂതനെ അയച്ച് അവന്റെ മുൻപിൽ നിലകൊള്ളുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യം തന്നെ വേണം. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന ഉച്ചരിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. സ്തോത്രം. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നില്ല. നിന്റെ മേൽ ദൈവം കൃപ നൽകിയതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നില്ല. അഭിഷേകം നൽകിയതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നില്ല. പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരുള്ളതുകൊണ്ട് നീ പ്രാർത്ഥിക്കേണ്ടെന്നുമില്ല. ദൈവസന്നിധിയിൽ ദൈവവുമായൊരു ബന്ധം വേണമെങ്കിൽ, ദൈവസാന്നിധ്യം നിന്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ നീ ദൈവത്തോട് ബന്ധപ്പെട്ടേ മതിയാകൂ. വ്യക്തിപരമായ ജീവിതത്തിൽ ഈ നാളുകളിൽ ആ പ്രാർത്ഥനയുടെ യാഗപീഠമെന്ന് ഉയരട്ടെ. ഹല്ലേലൂയ. ഇടിഞ്ഞിടക്കുന്ന യാഗപീഠത്തെ ഗോത്രക്കണക്കിനൊത്തവണ്ണം പ്രവാചകൻ പണിത് അതിന്മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ അഭിഷേകമെന്ന് ജ്വലിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. അവസാനമായി, ഈ ദൈവസാന്നിധ്യമുള്ള ജനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ,
അവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. 19-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവരുടെ മധ്യേ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമായ യഹോവ അവരുടെ കൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, ഹല്ലേലൂയ, സ്തോത്രം, the Lord God is there with them and the shout of a king is among them. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരെ നോക്കുമ്പോൾ അവർ അടിമകളായി വന്ന ജനമാണ്. അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഓടിപ്പോകുന്ന ജനമാണ് നമുക്ക് കാണാൻ കഴിയും. ഫറവോനെയൊക്കെ ഭയന്ന് ഓടി ചെങ്കടൽ കടന്ന്, സ്തോത്രം, ജീവനം കൊണ്ട് ഓടിപ്പോന്നൊക്കെ നമുക്ക് പറയാം ഒരുപക്ഷെ. ഇതൊക്കെയാണ് ഇവൻ കേട്ടിരിക്കുന്നത്, ബാലാക്ക്. മറ്റ് രാജാക്കന്മാരും കേട്ടിരിക്കുന്ന ചരിത്രം ഇതാ. ഇവർ മരുഭൂമിയിലും അല്ലെങ്കിൽ ഈ മോവാബ് സമഭൂമിയിൽ വന്ന് തമ്പടിക്കും മുമ്പ് ഇവരെക്കുറിച്ച് ഒരുപാട് റിസർച്ച് നടത്തി ബാലാക്ക്. ആ റിസർച്ചിൻ്റെ പരിമിത ഫലമായിട്ടാണ് ബിലിയാമിനെ ഇൻവൈറ്റ് ചെയ്തത്, സ്തോത്രം, ശപിക്കാൻ വേണ്ടി. പക്ഷേ തൻ്റെ റിസർച്ചിലൊന്നും പെടാത്ത കാര്യങ്ങളുണ്ട്. ബാലാക്കിന് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്, സ്തോത്രം. എന്നറിയാമോ? ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായി നിലകൊള്ളുന്നത് സാക്ഷാൽ ദൈവമായ യഹോവ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. മോശയല്ല അവരുടെ രാജാവ്, സ്തോത്രം. അഹരോനല്ല അവരുടെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റ് ഗോത്രപിതാക്കന്മാരാരുമല്ല അവരുടെ രാജാവ്, സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് രാജാവും കർത്താവുമായി അവരുടെ മധ്യേ ആവസിക്കുന്ന അദൃശ്യ സാന്നിധ്യമായ ദൈവമായ യഹോവ തന്നെ അവരുടെ രാജാവ്. ഹല്ലേലൂയ, പ്രൈസ്. പ്രിയമുള്ളവരെ, ദൈവം രാജാവായിരിക്കുന്ന യഹോവ ദൈവമായിരിക്കുന്ന ജനത്തെ ശത്രു ഭയപ്പെട്ടേ മതിയാകൂ. ഹല്ലേലൂയ, സ്തോത്രം. ബാലാക്കിന് മനസ്സിലായി അവന്റെ ഉള്ളിൽ ഭീതി വരുത്തുന്ന, അവന്റെ ഉള്ളിൽ അസ്വസ്ഥമാക്കുന്ന, അതെന്തെന്നറിയാമോ? സ്തോത്രം, അത് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ്. ഹല്ലേലൂയ. ബാലാക്ക് ഒരു പക്ഷേ ചോദിച്ചു കാണും, ഈ ജനത്തെ നോക്കി ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഇവർ അസംഖ്യമാണ്, ശരിയാ, പക്ഷെ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭീതി, വല്ലാത്ത ആശങ്ക നിറയുന്നു. എന്തുകൊണ്ട്? The king was so much worried, so much disturbed by seeing these people, because their king is not a human, their king is the Lord God himself. പ്രിയമുള്ളവർ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ആരാ? ഹല്ലേലൂയ. നിന്റെ രാജാവ് ദൈവമാണോ എന്നുള്ളത്, നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന രാജാതിരാജാവും കർത്താവുമായ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവാണോ എന്നുള്ളത്, അതിന് അറിവെന്നറിയാമോ? അവരുടെ മധ്യേ രാജകോലാഹലം. പ്രൈസ് ദി ലോർഡ്. വെറും കോലാഹലമല്ല കേട്ടോ, സ്തോത്രം, രാജകോലാഹലം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ പ്രസൻസ്, ദ ഷൗട്ട് ഓഫ് ദ കിങ്. ഹല്ലേലൂയ. സീനായി മലയിൽ നിന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ വലിയ കോലാഹലം കേട്ടു. മോശ പറഞ്ഞത് ജയത്തിൻ്റെയും അല്ല തോൽവിയുടെയുമല്ല, വല്ലാത്ത ഒരു ബഹളം. പ്രൈസ് ദി ലോർഡ്. ജയത്തിൻ്റെ ഒരു വിളി അങ്ങനെ അല്ല, ജയിച്ചവരുടെ വിളി അങ്ങനെ അല്ല, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പരാജയപ്പെട്ടവരുടെ നിലവിളിയാണോ? അതുമല്ല. എന്നാൽ ഇസ്രായേൽ മക്കളെ നോക്കി ബിലെയാം പറയുകയാ, രാജാവിനെ, പ്രിയമുള്ളവരെ, രാജാവിനെ ആരാധിക്കുന്ന, രാജാവിന് മഹത്വം കൊടുക്കുന്ന, ദൈവമായ യഹോവയുടെ നാമത്തെ ഉയർത്തുന്ന. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ മൗനമായി ദിവസത്തിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. പ്രതികൂലം ചുറ്റും കാണും, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ കാണും, അൺസർട്ടനിറ്റീസ് പലതും കാണും. എന്നാൽ അവിടെയും സ്തോത്രം പറയുവാൻ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിപ്പാൻ, സ്തോത്രം ഉരുവിട്ടുകൊണ്ടിരിപ്പാൻ, ഇടവിടാതെ കർത്താവിന് സ്തോത്രം കരയേറ്റുവാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, നമ്മുടെ അധരങ്ങളിൽ ദൈവ മഹത്വം നിലകൊള്ളുവാൻ, ഹല്ലേലൂയ, നമ്മുടെ വാക്കുകളിലൂടെ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിടുവാൻ നമുക്കിടയായി തീരണം. ഹല്ലേലൂയ. അതൊരു വലിയ വിടുതലാണ്. That is the first stepping stone for our victory. Hallelujah. രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിനും മീതെ ആ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. രാജകോലാഹലം അവിടെ മധ്യമുണ്ട്. അവിടെ സത്യത്തിലും ആത്മാവുള്ള ആരാധന അവിടെ ഉയരുന്നുണ്ട്. ഇതാണ് ദൈവജനത്തിന്റെ പ്രത്യേകത. രാത്രികാലം എത്ര പേർക്ക് ഉള്ളിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന, ആത്മാവിന്റെ അകത്തളത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ആരാധന ദൈവത്തിന് അർപ്പിക്കുവാൻ കഴിയും എന്നിട്ട് പറയുക, കർത്താവേ, ഞങ്ങളുടെ കൂടാരങ്ങളിൽ ആ രാജകോലാഹലം വെളിപ്പെടണം. The praise towards my Lord. Hallelujah. Praise, glorifying our God's name. Praising our God's name. Hallelujah. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗോത്രസംഖ്യ പ്രകാരം, ഗോത്രത്തിന്റെ മൂപ്പ് പ്രകാരം മുമ്പിൽ നിൽക്കുന്ന ഗോത്രം ഒന്നാമത്തെ ഗോത്രമല്ല, യഹൂദാ ഗോത്രമാണ് മുമ്പിൽ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദാ ഗോത്രത്തിന്റെ പ്രത്യേകത,
അവർ ആരാധിക്കുന്നവരാ. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും നല്ല യുദ്ധ തൽപരരായ, വെട്ടുവാൻ പ്രാവീണ്യമുള്ളവരെ അല്ല മുമ്പിൽ നിർത്തുന്നത്. ഹല്ലേലൂയ, തപ്പെടുത്ത് കൊട്ടുന്ന, ഹല്ലേലൂയ, ദൈവത്തിന് കിന്നരം കൊണ്ട് ആരാധന അർപ്പിക്കുന്ന, ഹല്ലേലൂയ, സംഗീത സ്വരത്തോടെ ദൈവത്തെ പാടി ആരാധിക്കുന്ന യഹൂദ ഗോത്രത്തെ, സ്തുതിയുടെ ഗോത്രത്തെ, ആരാധനയുടെ ഗോത്രത്തെ അതിൽ മുൻപിൽ നിർത്തിക്കൊണ്ട് അവർ യുദ്ധത്തിനാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രിക്കാർ ഒരു കാര്യം നാം ഉറപ്പിച്ചോണം. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ആരാധന ഉണ്ടെങ്കിൽ, രാജാവിന് ബഹുമാനം കൊടുക്കുന്ന, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ആ ദൈവ സാന്നിധ്യം നമ്മെ വിടുവിക്കുന്നതാ. ഇതാണ് തിരുനിവാസത്തിന്റെ പ്രത്യേകത. അതാ ഹല്ലേലൂയ, ആരാധിപ്പാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ കഴിയുന്നില്ലേ? പ്രാർത്ഥിപ്പാൻ കഴിയാത്ത അനുഭവം. ഹല്ലേലൂയ, സ്തോത്രം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തെ അകറ്റി കളയുന്നതാ. എന്നാൽ ഇന്ന് രാത്രിക്കാലം ദൈവസാന്നിധ്യത്തെ അടുപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശുദ്ധിയും വേർപാടും ഉണ്ടായിരിക്കണം. അല്ലെ, വിശുദ്ധിയോടെ, വേർപാടോടെ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. രണ്ടാമതായി നാം കാണുന്നത്, അവർ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി, അകൃത്യത്തെ മാറ്റിയവരായി, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായി, ദൈവജനമായി, അവരിൽ തിന്മയില്ലാത്ത ഒരു ജനമായി, തിന്മ ലെവലേശം യേശാത്തൊരു കൂട്ടമായി. മൂന്നാമതായി നാം കാണുന്നു, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ദൈവ സാന്നിധ്യം അവർക്ക് മുൻപായി ഉണ്ടായിരുന്നു. നാലാമതായി നാം കാണുന്നത്, രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. ഓ, സ്തുതി, ആരാധന, ദൈവ മഹത്വം ഈ കൂട്ടത്തിന്റെ മധ്യ ഉണ്ടായിരുന്നു. രാത്രികാലം നാം ദൈവസല്ലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവിക അനുഗ്രഹം, ഹല്ലേലൂയ, പ്രാപിച്ചവരായ ദൈവജനമേ, ഇന്ന് രാത്രികാലം നാം ഏറ്റവും വിലമതിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ആ തിരുനിവാസത്തിൻ്റെ മനോഹാരിത നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യത്തിൻ്റെ മനോഹാരിത, ദൈവ സാന്നിധ്യത്താൽ വരുന്ന അനുഗ്രഹം. ദ പ്രസൻസ് ഓഫ് ഗാഡ് ഷാൽ ബ്രിങ് എ ബ്ലെസ്സിങ് ഇൻ ടു അവർ ലൈഫ്. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഷാൽ ബ്രിങ് എ ഡെലിവറൻസ് ഇൻ ടു അവർ ലൈഫ്. ദ പ്രസൻസ് ഓഫ് ഗോഡ് ക്യാൻ ബ്രിങ് തിങ്സ് ഇൻ ടു ഓർഡർ. ഓ, ഹല്ലേലൂയ, ദ പ്രസൻസ് ഓഫ് ഗോഡ് ക്യാൻ make things lovely in our life. Oh, how lovely are you dwelling, oh Lord God. Hallelujah. ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രികാലം തിരുനിവാസം നമ്മുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് ഓർത്ത്, കർത്താവ് എടുത്ത സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു പറയാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് ഓർത്ത് ഇന്ന് രാത്രികാലം ദൈവത്തിന് സ്തുതിച്ചാട്ട്, ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഭാരമുള്ള വിഷയത്തിന്റെ മേൽ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓ, ഹല്ലേലൂയ, നമ്മെ ശപിപ്പാൻ, നമ്മെ തകർക്കുവാൻ, നമുക്കെതിരെ വെല്ലുവിളിയുമായി അടുത്തു വരുന്ന ഏതൊരു ശക്തിയുടെ മേലും വെളിപ്പെടുവാൻ ശക്തമായത് ദൈവത്തിന്റെ സാന്നിധ്യമാ. അസാന്നിധ്യം നൽകുന്ന പരിപാലനമാ. അത്യുന്നതന്റെ മറവിൽ വസിപ്പാൻ, സർവശക്തന്റെ നിഴലിൽ പാർക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പാകെ വെള്ളിയാഴ്ച പകൽക്കാലം മുതൽ നമ്മുടെ മധ്യേ വെളിപ്പെട്ട ദൈവത്തിന്റെ ആലോചന, ഈ വചനങ്ങളെല്ലാം നമുക്കൊരു വിടുതലായി തീരട്ടെ, നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അതിനാ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഒരുമിച്ച് വിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജോയിച്ചാൻ പ്രാർത്ഥിക്കും. പ്രിയപിതാവോട് ചേർന്ന് ചുരുക്കം വാക്കുകൾ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ശനിയാഴ്ച സന്ധ്യാസമയത്ത് അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തുള്ള കർത്താവേ, ഞങ്ങൾക്ക് അടുക്കൂടി വന്ന സന്ദർഭം മുതൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നുള്ള കർത്താവെ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അടിയങ്ങളെ സഭയായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കായും സ്തോത്രം കർത്താവെ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വേണ്ടത്ര സൗഖ്യമില്ലാതെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഫലപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഒക്കെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്ന് സന്ധ്യാസമയത്ത് ഞങ്ങളെ കേൾപ്പിച്ച കർത്താവെ, ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ 4 സെക്ഷനും കർത്താവെ ദൈവം സേവിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. അങ്ങയുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിയുള്ള കർത്താവെ, ഇസ്രായേൽ മക്കളെ പോലെ തനിച്ചു പാർപ്പാൻ, ദൈവകൃപയിലായിരിക്കാൻ, കർത്താവിന്റെ ചിറകിൽ അമർന്നിരിപ്പാൻ, ആകർഷണത്തിലായിരിക്കാനുള്ള കൃപ നിമിഷം തോറും തന്ന് ഞങ്ങളെ കരുതുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ.
ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കർത്താവെ, ആലോചനക്കാരനായി ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, ഉള്ളംകൈയിൽ വഹിക്കുന്ന കർത്താവെ, തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണുകളാൽ വിടുതൽ കൊടുത്ത് ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചവരുണ്ട്. ആ വിഷയങ്ങളെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താലുള്ള വിടുതൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തവരെ സഹായിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ ഞങ്ങളെ സഭയായി മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ പകൽക്കാലത്തെ ആരാധനയെ ദൈവം അനുഗ്രഹിക്കണമേ. നാളെ പകലത്തെ ആ നാക്കോക്ക് മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ എൻ്റെ ദൈവത്തിന് സന്നിൽ സുഗ്രാഹ്യ യാഗങ്ങളായി മാറ്റത്തക്കോണം കർത്താവ്, ഏകാഗ്രതയോടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. ദൈവം മറുപടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഈ സന്ധ്യാസമയത്ത് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച് ദൈവത്തിന് സ്തോത്രം. സഭയായി പിന്നെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയായിട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസ കൂട്ടായ്മയും കാവലും നമ്മോടത്ത് പ്രാർത്ഥന വിഷയങ്ങളോട് ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകം പറഞ്ഞ സർവീസന്മാരോടും കൂടെ കർത്താവിന് നാൾ വരെ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഈ സന്ധിയിൽ ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. സ്തോത്രം.